നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മിച്ചഭൂമി കേസിൽ കൊച്ചി നഗരത്തിലെ 200 കോടി രൂപയോളം വില വരുന്ന ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. നഗരത്തിലെ ഏറ്റവും വിലയേറിയ ഭൂവിഭാഗമായ പനമ്പള്ളി നഗറിന് സമീപമുള്ള 4.22 ഏക്കറാണ് ചൊവ്വാഴ്ച കണയന്നൂർ തഹസിൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഏറ്റെടുത്തത്. അനധികൃതമായി ഭൂമിയിൽ പ്രവേശിക്കുന്നതും കയ്യേറ്റം നടത്തുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡാണ് സ്ഥാപിച്ചത്. അതിവേഗത്തിലായിരുന്നു ഏറ്റെടുക്കൽ നടപടി. തിങ്കളാഴ്ചയാണ് സോണൽ ലാൻഡ് ബോർഡ് ചെയർമാന്റെ ഉത്തരവ് കണയന്നൂർ താലൂക്ക് ഓഫീസിൽ ലഭിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ മഹസർ തയ്യാറാക്കി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും ചെയ്തു. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മിച്ചഭൂമി കേസിൽ കോട്ടയം, എറണാകുളം ജില്ലകളിലെ 70.85 ഏക്കർ ഭൂമിയാണ് കോട്ടയം സോണൽ ലാൻഡ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ച് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച നേരിട്ട് കണയന്നൂർ താലൂക്ക് ഓഫീസർക്ക് കൈമാറുകയായിരുന്നു. കടവന്ത്ര KP വള്ളോൻ റോഡിനും പനമ്പള്ളി നഗറിനും ഇടയിലുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യർ റോഡിലെ 4.22 ഏക്കർ ഭൂമിയാണ് എറണാകുളം ജില്ലയിൽ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. എളംകുളം വില്ലേജിൽ ഉൾപ്പെടുന്ന ഈ ഭൂമിക്ക് ഏതാണ്ട് 200 കോടി രൂപയോളം വിലയുണ്ടെന്നാണ് അധികൃതർ കണക്കാക്കിയിരിക്കുന്നത്. തലയോലപ്പറമ്പ് കൊല്ലംപറമ്പിൽ ഔസഫ് മാത്യുവിന്റെ പേരിലുണ്ടായിരുന്ന 84 ഏക്കറുമായി ബന്ധപ്പെട്ടാണ് 1973 മുതൽ മിച്ചഭൂമി കേസ് തുടങ്ങുന്നത്. 1978 ഔസഫ് മാത്യുവിന്റെ മരണശേഷം ഈ ഭൂമി ട്രസ്റ്റിന്റെ അധീനതയിലേക്ക് മാറിയിരുന്നു. കണയന്നൂർ തഹസിൽദാർ D. വിനോദ്, അഡീഷണൽ തഹസിൽദാർ ഷനോജ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ബിനോദ് തോമസ്, ബിജു ജോസ്, എളംകുളം വില്ലേജ് ഓഫീസർ P. സജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം ചൊവ്വാഴ്ച ഉച്ചയോടെ എത്തിയായിരുന്നു ഏറ്റെടുക്കൽ. ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ച ഭൂമിക്കുള്ളിൽ ഉൾപ്പെടെയാണ് സർക്കാർ ബോർഡ് സ്ഥാപിച്ചത്. സ്ഥലത്തിന്റെ സ്കെച്ച് ഉപയോഗിച്ച് ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ മഹസറും തയ്യാറാക്കിയായിരുന്നു ഏറ്റെടുക്കൽ. സർക്കാർ വക പുതിയ താഴിട്ട് ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ഏറ്റെടുത്തതിന്റെ മഹസറും സ്കെച്ചും സഹിതം കോട്ടയം സോണൽ ലാൻഡ് ബോർഡ് ചെയർമാന് റിപ്പോർട്ട് നൽകും. ഈ ഭൂമി ഉടമസ്ഥനോ പിന്നീട് ട്രസ്റ്റ് ആക്കിയപ്പോഴോ ആർക്കും വിറ്റിട്ടില്ലാത്തതിനാൽ പൂർണ്ണമായും സർക്കാരിന് സ്വന്തമാകും.